67-ലും 66-ലൊക്കെ എടുത്ത നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. അതൊക്കെ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അതിനൊക്കെ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയുന്നത് ഈ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി അതേ സംബന്ധിച്ച് തൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിന് നിലപാട് എന്താണ്? അദ്ദേഹം പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരുടെ അനുഗ്രഹമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഞാൻ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കാണുന്നത് എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ശരി ഇന്ന് സ്വരാജ് എന്തുകൊണ്ട് നിലപാട് പറയുന്നില്ല? തിരിച്ചു ചോദിച്ചോട്ടെ. ഇപ്പം ഈ അദ്ദേഹത്തിന്റെ നിലപാടുകൾ റിഗ്രറ്റ്ഫുൾ ആകുന്നത് പോലെ ശ്രീ M സ്വരാജ്, നിങ്ങൾ കാൻഡിഡേറ്റിനെ പറ്റി ചോദിക്കുന്നത് ശ്രീ M സ്വരാജ് അദ്ദേഹം മതങ്ങളും ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളെ അതിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്നാണ്. അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ടോ? അദ്ദേഹത്തിന് വിവാദമായ എത്ര സ്റ്റേറ്റ്മെന്റുകൾ പറയണം? അത് നിങ്ങൾ എതിരാണോ? ശ്രീ സ്വരാജിന് എതിരാണെങ്കിൽ ഞാൻ അതെല്ലാം പറയാം. ഞാൻ ദേശാഭിമാനിക്ക് സ്വരാജിനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടെങ്കിൽ അതാ ഞങ്ങളുടെ അജണ്ട ഏതാണ്? നിങ്ങളുടെയും അത് തന്നെ അജണ്ടയെങ്കിൽ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന മൂന്ന് പരാമർശങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ എല്ലാം മുന്നിൽ വളരെ ലൈവായി ചർച്ച ചെയ്യപ്പെടുന്ന 3 പരാമർശങ്ങൾ. ഞങ്ങൾ അത്തരം പരാമർശങ്ങളൊന്നും ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ വർഗീയമായിട്ട് നടത്തിയൊരു ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിയ വർഗീയമായ ഒരു ക്യാമ്പയിൻ അങ്ങ് പറയൂ. ഇതാണ് ഞങ്ങളുടെ വർഗീയ ക്യാമ്പയിൻ എന്ന് പറയും. ഏതാണ്? മുഖ്യമന്ത്രിക്ക് എന്റെ പൊന്നു സഹോദരൻ, അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന വർഗീയ ക്യാമ്പയിൻ ആണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്. അതപ്പോൾ വർഗീയമാണെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി. പഴയ ജനസംഘത്തിന്റെ ഹാങ് ഓവർ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ല എന്ന് അങ്ങ് സമ്മതിച്ചാൽ മതി. 77-ലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന് മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ ഹാങ് ഓവർ 2025 ആണ്ടിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഒരു വർഗീയതയും പറഞ്ഞില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ 2 സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അങ്ങ് തന്നെ പറയുക UDF വർഗീയത പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീനമായ വർഗീയതയാണ് പിണറായി വിജയൻ പറഞ്ഞത്? ഞങ്ങൾ പിണറായി വിജയൻ പറഞ്ഞ വർഗീയ പരാമർശമല്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ലാതെ ഞങ്ങളുടേതായ ഒറ്റ വാക്ക് പറഞ്ഞോ? മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഞങ്ങളുടേതായ ഒറ്റ വാക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്ക് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്ന് ദേശാഭിമാനിക്കും കൈരളിക്കും വരെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിൽ അതൊന്നും അല്ലാത്ത സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എത്രമാത്രം അത് ഹർട്ടായിട്ടുണ്ടാകും? നമുക്ക് തർക്കമൊന്നും വേണ്ടാലോ. 23-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെ, ഈ സ്ഥാനാർത്ഥി അടക്കം നടത്തിയിട്ടുള്ള വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പ്രതിഫലനം ഫലം 23-ാം തീയതി.